ഇന്ന് ഞാൻ ഏറ്റവും ഈ പ്രഭാതത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡോക്ടർ ജയ് പ്രഭാഷ് എഴുതിയ ഒരു ലേഖനം എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു. നന്നായി വായിക്കുകയും നന്നായി എഴുതുകയും ടെലിവിഷനിലൊക്കെ തന്നെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത നല്ല ധിഷണാശാലിയായ അധ്യാപകനും പ്രഭാഷകനും ഒക്കെയാണ് ഡോക്ടർ സുഭാഷ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ കാലത്തിൽ വിവര സാങ്കേതിക വിദ്യയും ഒരു സമൂഹ ജീവി എന്ന നിലയിൽ മനുഷ്യരെ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉത്കണ്ഠയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതായത് അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 100 ലക്ഷം കടകൾ ലോകത്തെമ്പാടും അടച്ചുപൂട്ടും. ജനങ്ങൾ പുറത്തിറങ്ങി പരസ്പരം സംവദിക്കുന്ന ഒരു കാലം ഇല്ലാതാകാൻ പോകുന്നു. ഓൺലൈൻ ഡെലിവറിയും വർക്ക് ഫ്രം ഹോമും എല്ലാം മനുഷ്യനെ കൂടുതൽ ഏകാഗിയാക്കി മാറ്റും എന്നാണ് ഡോക്ടർ പ്രഭാഷ് ഒരു ആവൽ ശങ്കയോട് നമ്മോട് പറയുന്നത്. ഏകാന്തതയിലേക്ക് ആധുനിക മനുഷ്യൻ നടന്നടുക്കുന്നു എന്ന ചിന്ത അദ്ദേഹത്തിന് വല്ലാതെ തളർന്നു. ആ വേവത്തുവിലാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. ഗ്രാമീണ ചന്തകൾക്ക് വംശനാശം വന്നു, നിങ്ങൾക്കറിയാം. അതോടെ സമൂഹ ബന്ധങ്ങൾ തന്നെ ഇല്ലാതായി. വൈകുന്നേരം ഞാൻ ജംഗ്ഷനിലൊന്ന് പോയി വരാം, ഞാൻ ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറയുന്ന സായാഹ്നം ഇല്ലാതായിരിക്കുന്നു. പ്രഭാതത്തിൽ ലൈബ്രറികൾ ഒത്തുകൂടി കാര്യങ്ങൾ പറയുന്ന കാലവും കഴിഞ്ഞുപോയി. ബ്രിട്ടനിലും ജപ്പാനിലും വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർക്കായിട്ട് ഇപ്പോൾ ഒരു വകുപ്പുണ്ട്, ഒരു മന്ത്രിയുണ്ട്. ഏകാന്തതയുടെ മന്ത്രി എന്നാണ് ഒരുപക്ഷെ ഈ മന്ത്രി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. വിർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത്, എല്ലാം സാങ്കല്പികമായി ഉണ്ടാക്കുന്ന ഈ ലോകത്ത് പരസ്പര വിശ്വാസവും ആശ്വാസവും ഒക്കെ നമുക്ക് അന്യമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഈ ഇമെയിൽ വഴിയും ആധുനിക പ്ലാറ്റ്ഫോമുകൾ വഴിയും മാത്രം മനുഷ്യരെ കാണുകയും മനുഷ്യൻ കൂടുതൽ അവൻ്റെ മാളങ്ങളിലേക്ക് ഒതുങ്ങുകയും അവൻ ഏകാഗിയാകുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ആസുര കാലത്തെക്കുറിച്ചാണ് ഡോക്ടർ പ്രഭാഷ് പറയുന്നത്. സമൂഹജീവി എന്ന നിലയിലുള്ള മനുഷ്യനെ നമ്മൾ എങ്ങനെയും തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഒരാപൽക്കരമായ കാലം നമ്മളെ വല്ലാതെ തകർത്ത് കളയും. ഒരാൾക്ക് മറ്റൊരാൾ, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുവിശേഷമൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പാവില്ല. നമുക്കറിയാം, ഒരു കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം എപ്പോഴും മനുഷ്യനെ പിടിച്ചു മുറുക്കിയിരുന്നു. അത് അയഞ്ഞു പോവുകയാണ്, ഇല്ലാതാകുന്നു. മനുഷ്യൻ്റെ സ്വത്വം തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് ജയപ്രഭാഷ് പറയുന്നത്. എന്തായാലും ഏകാഗിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകാത്ത ജീവിത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. അതിനാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പ്രഭാഷ് വലിയൊരു കാലത്തെക്കുറിച്ചാണ് താങ്കൾ നമ്മുടെ ആളുകളെ ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു ഡോക്ടർ ജയപ്രഭാഷ്.